അധികാരമോഹവും ഗ്രൂപ്പ് വൈര്യവും തലയ്ക്ക് പിടിച്ചാൽ കൂടെയുള്ളത് സ്വന്തം സഹപ്രവർത്തകനാണെന്ന് പോലും നോക്കാത്ത ക്രിമിനലുകളുടെ കൂട്ടമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കൊട്ടാരക്കരയിൽ അരങ്ങേറിയത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയാണ് ഒടുവിൽ നാണം കെട്ട തെരുവ് യുദ്ധത്തിലും ചോരക്കളിയിലും കലാശിച്ചത്. ആദർശവും ജനസേവനവും പ്രസംഗിക്കുന്ന നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിച്ചപ്പോൾ സ്വീകരണമേൽക്കാൻ വന്ന MLAക്ക് ഒടുവിൽ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധംപതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കിഴക്കേ തെരുവ് പള്ളിമുക്കിലായിരുന്നു ഈ ഗദർ ഗുണ്ടായിസം അരങ്ങേറിയത്. KC വേണുഗോപാൽ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും തമ്മിൽ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും മാസങ്ങളായി നിലനിൽക്കുന്ന കടുത്ത ആഭ്യന്തര തർക്കങ്ങളാണ് പരസ്യമായ തെരുവ് തല്ലിലേക്ക് നീണ്ടത്. ചെന്നിത്തല ഗ്രൂപ്പുകാരനായ കിഴക്കേ തെരുവ് വാർഡ് പ്രസിഡന്റ് അലക്സിനെ KC പക്ഷക്കാരനായ മേലില പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രൂരമായാണ് വേദിക്ക് സമീപം വെച്ച് ആക്രമിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം അനു വർഗീസും അജിത്തും ചേർന്ന് അലക്സിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുഖത്തും ചെവിക്കും കനത്ത പരിക്കേറ്റ അലക്സ് അടികൊണ്ട് സമീപത്തെ മീൻകടിയുടെ തട്ടിലേക്ക് മറിഞ്ഞു വീണു. അണികൾ ചോരയൊലിപ്പിച്ച് നിൽക്കുമ്പോഴും ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം വെല്ലുവിളിക്കുകയായിരുന്നു ഇരുവിഭാഗവും. നാട്ടുകാർ ഇടപെട്ട് ഈ തെരുവ് യുദ്ധം അല്പമൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെ ജ്യോതികുമാർ ചാമക്കാല MLA സ്ഥലത്തെത്തുന്നത്. MLA എത്തിയതോടെ അക്രമികളുടെ ശ്രദ്ധ മാറിയത് മുതലെടുത്ത് മീൻതട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ അലക്സ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു. കയ്യിൽ കിട്ടിയ കല്ലുകളെടുത്ത് തന്നെയടിച്ച അജിത് കുമാറിന് നേരെ എറിയാൻ തുനിഞ്ഞതോടെ സ്വീകരണവേദി യുദ്ധക്കളമായി മാറി. കല്ലേറ് ഒപ്പം വരുന്ന MLAയുടെ നെറ്റിത്തടം പിളർക്കുമെന്ന് ഉറപ്പായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത്തും ജ്യോതികുമാർ ചാമക്കാല MLAയും ജീവനം കൊണ്ട് പാഞ്ഞു. ചാനൽ ചർച്ചകളിലിരുന്ന് അന്യ പാർട്ടിക്കാരെ ജനാധിപത്യം പഠിപ്പിക്കുന്ന ചാമക്കാല സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളുടെ കല്ലേറു ഭയന്ന് ഓടി വണ്ടിയിൽ കയറി ശരവേഗത്തിൽ സ്ഥലം വിട്ട കാഴ്ച കൊട്ടാരക്കരക്കാർക്ക് വലിയൊരു കോമഡി ഷോയായി മാറി. മറനീക്കി പുറത്തു വന്ന കോൺഗ്രസിലെ ഈ പരസ്യമായ ഗ്രൂപ്പ് പോരും MLAയുടെ കൂട്ടയോട്ടവും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത ട്രോളുകളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതിനിടെ കോൺഗ്രസുകാരുടെ ഈ നാണം കെട്ട തമ്മിലടിയെക്കുറിച്ച് CPIM പാർട്ടി പത്രത്തിൽ വന്ന കൃത്യമായ വാർത്താ റിപ്പോർട്ട് BJP നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ തകർച്ച കാണാൻ LDFും BJPയും ഒരേ വാർത്ത ഷെയർ ചെയ്യുന്നത് കോൺഗ്രസ് ക്യാമ്പുകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ബാക്കി കാത്തിരുന്ന് കാണാം.